ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റത്തൂർ കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിയിറക്കിയ കർഷകർക്ക് വൻ നഷ്ടം. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണ്ണമായും നശിച്ചു. ഒരു വർഷം മുൻപ് മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണശ്രമം. സംഭവം കയ്പമംഗലം 3 പീടികയിൽ. ശ്രദ്ധയിൽപ്പെട്ടത് ഉടമ കട തുറക്കാനെത്തിയപ്പോൾ. ഒല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. നന്ദിക്കര സെന്ററിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ. നെല്ലായിൽ സ്കൂട്ടറിടിച്ച് മുൻ പ്രധാന അധ്യാപകൻ മരിച്ചു. പേരാമംഗലത്ത് ടൂറിസ്റ്റ് ബസ്സുകളും കാറും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ സുരക്ഷ ശക്തമാക്കി. 800ഓളം പോലീസുകാരെ സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. രോഗിയുടെ ആമാശയത്തിലേക്ക് മൂക്കിലൂടെ കടത്തിയ റൈൽസ് ട്യൂബ് ദിശ തെറ്റി കഴുത്തുതുളച്ച് ഹൃദയത്തിനടുത്ത് കുരുങ്ങി. പൂപ്പത്തി സ്വദേശിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പിരിവിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പാലിയേക്കര മേൽപ്പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ദേശീയപാതയുടെ തൃശൂർ ഭാഗത്തേക്കുള്ള ട്രാക്ക് പകുതിയോളം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. അതോടെ പ്രവർത്തകർ ദേശീയപാതയുടെ ഒരു വശത്തിരുന്ന് പ്രതിഷേധിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് നീങ്ങി. ഏറെ നേരം പോലീസും പ്രവർത്തകരും ബാരിക്കേഡുകൾക്ക് ഇരുപുറം നിന്ന് ബലപരീക്ഷണം നടത്തി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു ടാങ്ക് വെള്ളം തീർന്നിട്ടും പ്രവർത്തകർ ദേശീയപാതയിൽ നിന്ന് മാറിയില്ല. തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് വാഹനങ്ങൾ തടഞ്ഞു. അതോടെ ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്കായി. ദേശീയപാതയിൽ കിടന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ജോസ് വള്ളൂർ, K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, ശോഭ സുബീൻ, C പ്രമോദ്, ഹരീഷ് മോഹൻ, സുശീൽ ഗോപാൽ, ഫൈസൽ ഇബ്രാഹിം, ആൽജോ ചാണ്ടി, ഷെറിൻ തേർമഠം, K മനോജ് കുമാർ, ഹരൺ ബേബി എന്നിവരെ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടയച്ചു. TCV ന്യൂസ്, പുതുക്കാട്. മറ്റത്തൂർ കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിയിറക്കിയ കർഷകർക്ക് വൻ നഷ്ടം. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണ്ണമായും നശിച്ചു. 11 ഏക്കറോളം വരുന്ന കൊടുങ്ങ പാടശേഖരത്തിൽ ഇത്തവണ പതിവിലും നേരത്തെയാണ് വിരിപ്പു കൃഷി ഇറക്കിയത്. വിത്തുപയോഗിച്ച് ഞാറ്റടി തയ്യാറാക്കി ഒറ്റഞ്ഞാർ സമ്പ്രദായത്തിലാണ് കൃഷി ഇറക്കിയത്. ജൂൺ പകുതിയോടെ ഞാറുനടിയിൽ പൂർത്തിയാക്കിയെങ്കിലും വൈകാതെ മഴ ശക്തമായി. ദിവസങ്ങളോളം തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കുളം വലിയ തോടിന് സമീപമുള്ള പാടശേഖരം മുങ്ങി. വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനെ തുടർന്ന് ഓല ചെയ്ഞ്ഞ് നെൽച്ചെടികൾ നശിച്ചു. ഞങ്ങളൊരു 11 ഏക്കർ സ്ഥലം വിരിപ്പ് പണിതിരുന്നു. മഴ പെയ്ത് മുഴുവൻ നാശമായി. പായലും അവിടെ തോട്ടിൽ നിന്ന് വെള്ളം കയറി അത് മുഴുവൻ ദിവസങ്ങളോളം പല പ്രാവശ്യങ്ങളിൽ വെള്ളം കയറി നിറഞ്ഞു. അതുകൊണ്ട് ഞാറ് മുഴുവൻ ചീഞ്ഞു പോവുകയും പൂപ്പായി വന്നു കഴിഞ്ഞോടുകൂടി ഇത് പൂമ്പെടുത്ത് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മുഴുവനായിട്ട് ഇത് പോയി എന്നുള്ള കണ്ടീഷനിൽ ഇട്ടിരിക്കുകയാണ്. മഴയിൽ കൃഷി നശിച്ചതിലൂടെ കർഷകർക്ക് വലിയൊരു തുകയുടെ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ഇനി വീണ്ടും കൃഷിയിറക്കിയാൽ കൊയ്ത്തു വൈകാനും അടുത്ത വിളയായ മുണ്ടകനിറക്കാനും താമസം നേരിടാനും ഇടയുള്ളതിനാൽ ഇത്തവണത്തെ വിരിപ്പു കൃഷി ഉപേക്ഷിച്ചെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. നേരത്തെ 2 തവണ മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണശ്രമം. കയ്പമംഗലം 3 പീടികയിലാണ് സംഭവം. 3 പീടികയിൽ ഐഡിയ ജ്വല്ലറിയിൽ ചുമർ കുത്തിത്തുരന്ന് മോഷണശ്രമം നടത്തിയ സംഭവത്തിൽ കയ്പമംഗലം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം SI T അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ജ്വല്ലറിയിലെ CCTV പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ 2:30ക്കും 3:30ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണശ്രമമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3:15ഓടെ ചുമർ തുരന്ന് ഒരാൾ മുഖം മറച്ച് ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മോഷ്ടാവ് അകത്ത് കടന്ന ഉടൻ തന്നെ CCTV സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കടന്നുവരുവാനുള്ള വലിപ്പത്തിലാണ് പിൻഭാഗത്തെ ചുമർ തുരന്നിട്ടുള്ളത്. 2024 ഇതേ ജ്വല്ലറിയിൽ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. അതേ സ്ഥലത്തെ ചുമർ തന്നെയാണ് കുത്തിത്തുരന്നത്. 3ാം തവണയാണ് ഈ ജ്വല്ലറിയിൽ മോഷ്ടാക്കൾ കടക്കുന്നത്. 2007 ആദ്യ മോഷണം നടന്നത്. അന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. 2024 നടന്ന മോഷണത്തിൽ 200 ഗ്രാം വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഈ കേസുകളിലൊന്നും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. TCV ന്യൂസ്,
കയ്പമംഗലം. ഒല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. ഓഫീസിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 750 രൂപ മോഷണം പോയി. വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ മണ്ണുത്തി പോലീസ് കേസെടുത്തു. 1.5 മാസം മുൻപ് തൃശൂർ നഗരത്തിലെ വില്ലേജ് ഓഫീസിൽ മോഷണശ്രമം നടന്നിരുന്നു. നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് ചിരുകണ്ടത്ത് മോഹനന്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. ബസ്സിറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് കള്ള് കൊണ്ടുപോയിരുന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തെറിച്ചുവീണ വൈഷ്ണയെ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്. നെല്ലായിൽ സ്കൂട്ടറിടിച്ച് മുൻ പ്രധാനാധ്യാപകൻ മരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ മുൻ പ്രധാനാധ്യാപകനായ നെല്ലായി വയലൂർ വടക്കേ വാരിയത്ത് 80 വയസ്സുള്ള ശൂലപാണി വാരിയരാണ് മരിച്ചത്. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. പേരാമംഗലത്ത് 2 ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച അപകടം 12 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിവാഹ സംഘം സഞ്ചരിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. നിസ്സാര പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ സുരക്ഷ ശക്തമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800ഓളം പോലീസുകാരെ വിന്യസിക്കും. തിങ്കളാഴ്ച രാവിലെ 8:40 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി കാർ മാർഗം ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. വസ്ത്രം മാറി 9 ബഗ്ഗിയിൽ ക്ഷേത്രത്തിലെത്തും. ദർശനം നടത്തി 9:30 തിരിച്ചുപോകും. ഉപരാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം മേൽപ്പാലമിറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയാണ് ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ എത്തുക. ഈ റോഡിൽ ഇരുചക്രവാഹനം ഉൾപ്പെടെയുള്ളവ പാർക്ക് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. നിരോധനം ലംഘിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് പിടിച്ചെടുക്കുമെന്ന് ടെമ്പിൾ SHO G അജയ്കുമാർ അറിയിച്ചു. വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡിൽ രാവിലെ 8 മുതൽ 10 വരെ ഗതാഗതം അനുവദിക്കില്ല. സ്കൂൾ വാഹനങ്ങൾക്ക് ഇളവ് അനുവദിക്കും. തൃശൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ചൂണ്ടലിൽ നിന്ന് കുന്നംകുളം മുതുവട്ടൂർ വഴി ഗുരുവായൂരിൽ എത്തണം. അരിയന്നൂർ, കൂനമ്മൂച്ചി, ചൊവ്വല്ലൂർപ്പടി മേഖലയിൽ റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡ് സ്ഥാപിക്കും. ക്ഷേത്രത്തിലും ശ്രീവത്സം അതിഥി മന്ദിരത്തിലും ബോംബ് ഡോഗ് സ്ക്വാഡുകൾ പരിശോധന നടത്തും. ഉപരാഷ്ട്രപതി തിരിച്ചുപോകുന്നതുവരെ പരിശോധന തുടരും. ക്ഷേത്രത്തിലും ശ്രീവത്സത്തിലും ജീവനക്കാരെ കുറയ്ക്കും. പോലീസ് അനുവദിക്കുന്ന പാസ് ധരിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. ക്ഷേത്രത്തിലെയും ശ്രീവത്സം അതിഥി മന്ദിരത്തിലെയും നിയന്ത്രണം സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരി P നായരുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തു. നോർത്ത് സോൺ IG രാജ്പാൽ മീണയ്ക്കാണ് സുരക്ഷാ ചുമതല. DGP റവാഡ ചന്ദ്രശേഖരന്റെ സാന്നിധ്യവും ഉണ്ടാകും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്ര ദർശനം, വിവാഹം, ചോറൂൺ എന്നിവയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെക്കേ നടയുടെ ഇരുവശങ്ങളിലുള്ള കടകൾ തുറക്കാൻ അനുമതിയില്ല. വാഹനവ്യൂഹം കടന്നുപോകുന്നതിന്റെ ട്രയൽ റൺ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായി സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ തുടങ്ങിയവയ്ക്ക് വിലക്ക്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നീ പ്രദേശങ്ങളിലാണ് വിലക്ക്. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 10:30 വരെയാണ് നിരോധനമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. രോഗിയുടെ ആമാശയത്തിലേക്ക് മൂക്കിലൂടെ കടത്തിയ റൈൽസ് ട്യൂബ് ദിശ തെറ്റി കഴുത്ത് തുളച്ച് ഹൃദയത്തിനടുത്ത് കുരുങ്ങിയത് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതായി പരാതി. പൂപ്പത്തി സ്വദേശി ഒറവൻതുരുത്തി വീട്ടിൽ ശ്രീമോളുടെ വയറിനുള്ളിലുണ്ടായ രക്തം നീക്കം ചെയ്യാനാണ് ജൂൺ 2 രാത്രി മാള ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിൽ വെച്ച് റൈൽസ് ട്യൂബ് ഇട്ടത്. വയറിനകത്തെ രക്തസ്രാവം തടയാൻ കഴിയാതായപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് രോഗിയെ വിടുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. അപകടാവസ്ഥ ഒഴിവാക്കാനാണ് റൈൽസ് ട്യൂബ് ഇട്ടതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ജൂൺ 3 രാത്രി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീമോൾ 11 ദിവസമാണ് ചികിത്സയിൽ കഴിഞ്ഞത്. മാളയിലെ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് സംഭവിച്ചതായും കാണിച്ച് മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, പോലീസ് എന്നിവർക്ക് ശ്രീമോൾ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് ബിലീവേഴ്സ് ആശുപത്രി അധികൃതരിൽ നിന്ന് മൊഴിയെടുത്തു. എന്നാൽ
ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും വയറിൽ രക്തം കെട്ടിക്കിടന്ന് രോഗിക്ക് അപകടം സംഭവിക്കാതിരിക്കാനാണ് റൈൽസ് ട്യൂബ് ഇട്ടതെന്നും ദിശ മാറിപ്പോകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവ് കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കണമെന്നും ഇത് സംബന്ധിച്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നും ബിലീവേഴ്സ് ചർച്ച് ആശുപത്രി മാനേജർ പ്രവീൺ പറഞ്ഞു. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ഏങ്ങണ്ടിയൂർ അഞ്ചാംകല്ല് ദേശീയപാതയിലെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ വർഷക്കാലത്തും പ്രദേശവാസികളും കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ഈ വെള്ളക്കെട്ട് മൂലം ഏറെ ദുരിതമനുഭവിച്ചതാണ്. ചേറ്റുവ ഹാർബറിൽ പോയി വരുന്ന മത്സ്യക്കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ വെള്ളക്കെട്ട് മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം വെള്ളക്കെട്ടിന് സമീപമായതുകൊണ്ട് വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെയും ബസ് കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികളുടെയും യൂണിഫോമിലേക്കും ചെളിവെള്ളം തെറിക്കുന്നത് പതിവ് കാഴ്ചയാണ്. സമീപ പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത സ്ഥിതിയാണ്. പല സ്ഥലങ്ങളിലും ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികളും അപകട ഭീഷണി ഉയർത്തുന്നു. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായി നിൽക്കുന്ന ദേശീയപാതയിലെ വെള്ളക്കെട്ടിന് ഇനിയും ഉദ്യോഗസ്ഥർ പരിഹാരം കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ബസ്സിൽ കുഴഞ്ഞു വീണ സ്ത്രീക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ. തൃശൂർ ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സിലാണ് പെരുവല്ലൂർ സ്വദേശിനി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ബസ് പാവർട്ടി സാന്റ് ജോസ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ഡ്രൈവർ ബാഹുലയനും കണ്ടക്ടർ റിബിനുമാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തത്. ഇതിനു മുമ്പും ഇതേ ബസ്സിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും അമല ആശുപത്രിയിലെത്തിച്ച് ബസ് ജീവനക്കാർ ചികിത്സ ഉറപ്പാക്കിയിരുന്നു. മിന്നൽ വേഗത്തിൽ ലോകവും കാലവും മാറുകയാണെന്നും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളും അതിനോട് പൊരുത്തപ്പെടണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സനീഷ് കുമാർ ജോസഫ് MLA സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ്ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ അതാത് വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. എല്ലാ മേഖലയിലും അവർക്ക് പ്രാപ്യമാകണം. രാഷ്ട്രീയത്തെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, തൃശൂർ റേഞ്ച് DIG H ഹരിശങ്കർ, വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ, കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചത് ജനസംഖ്യ കൂടിയ വലിയ കുഴപ്പമാണ്, വലിയ പ്രശ്നമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കടലാക്രമണത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകൾ എന്ന് വിളിച്ചതിനെതിരായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന ജില്ലാതല പ്രതിഷേധ സമരം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി, H ഷാജഹാൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ ഭാരവാഹികളായ നളിനാക്ഷൻ ഇരട്ടപ്പുഴ, CS രമണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ നാട്ടുമാന്തോട്ടം ഒരുങ്ങുന്നു. ഉന്നതിയിലെ ജലക്ഷാമത്തിനും മണ്ണൊലിപ്പിനും പരിഹാരം കാണുന്നതിനായി നടപ്പാക്കുന്ന ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായാണ് നാട്ടുമാന്തോപ്പം ഒരുക്കുന്നത്. ആനപ്പാന്തം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശാസ്താംപൂവം കാടാർ ഉന്നതിയിൽ സംഘടിപ്പിച്ച വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് നാട്ടുമാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത്. വിവിധ ഇനം ഔഷധ സസ്യങ്ങളുടെ പ്രദർശന തോട്ടത്തിനു വേണ്ടിയും തൈകൾ നട്ടു. അടുത്ത ഘട്ടത്തിൽ വിവിധ ഇനം ഫലവൃക്ഷങ്ങളും ഔഷധവൃക്ഷങ്ങളും ഉന്നതിയിൽ നട്ടുപിടിപ്പിക്കാനും പദ്ധതിയുണ്ട്. വനംവകുപ്പ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കൊടകര മേഖലാ കമ്മിറ്റി, നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, കാടാർ പഠനസംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉന്നതിയിൽ വനമഹോത്സവം സംഘടിപ്പിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ AA ബേബി ഉദ്ഘാടനം ചെയ്തു. ഊരുമൂപ്പൻ സേവ്യർ അധ്യക്ഷത വഹിച്ചു.
ചാലക്കുടി വനവികസന ഏജൻസി ഡിവിഷണൽ കൺവീനർ EP പ്രസീത, വനസംരക്ഷണ സമിതി സെക്രട്ടറി VN വിനോദ് കുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖല ഭാരവാഹികളായ KK അനീഷ് കുമാർ, AP ജോസ്, TM ശിഖാമണി, കാടാർ പഠന സംഘം കൺവീനർ ജോയ് കാവുങ്ങൽ, നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ലിജി, കവിയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. നല്ലോണം പണിയെടുത്താൽ നല്ല പോലെ ജീവിക്കണം, നല്ല പോലെ ജീവിക്കണം പുല്ലാരേ, നല്ല പോലെ ജീവിക്കണം പുല്ലാരേ. താനനനെ താനനനെ തനാനനനെ താനനനെ താനനനെ തനാനേ. TCV ന്യൂസ് കൊടകര. അന്തിക്കാട് പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും തീരദേശത്തെയും കോൾ മേഖലയിലെയും വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, VK മോഹനൻ, E രമേശൻ, ആൻഡോ തൊറയൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് ഭരിക്കുന്നവർ മാറുമ്പോ എവിടെയാണ് വെള്ളക്കെട്ടില്ല എന്നുള്ളത് കാണിച്ചു തരൂ. ഒന്നുമില്ല, സമരം തന്നെ ചെയ്യണമെന്ന്. അവണിശ്ശേരി കൃഷിഭവൻ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, നിത്യ ജയരാജൻ, VI ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൃഷിഭവൻ കെട്ടിടം നിർമ്മിക്കുന്നത്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി പഴവൂരിൽ മരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടിവീണു. 3 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പഴവൂർ വീട്ടിൽ വിശ്വംഭരന്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന തേക്കുമരമാണ് പൊട്ടിവീണത്. ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. മുളകുന്നത്തുകാവ് ESI ആശുപത്രിയിൽ അപകട സാധ്യതയുള്ള കെട്ടിടമുണ്ടെന്ന പരാതിയെ തുടർന്ന് ESI കേന്ദ്ര ബോർഡ് അംഗം S ദുരൈ രാജ പരിശോധന നടത്തി. അപകടം കൂടുതലുള്ള കെട്ടിടഭാഗം ഉടനെ പൊളിച്ചു നീക്കി തുടർ നടപടി കൈക്കൊള്ളാൻ CPWDക്ക് നിർദ്ദേശം നൽകി. രോഗികൾ കൂടുതലായി ഉപയോഗിക്കുന്ന കെട്ടിടത്തിലെ ഭാഗങ്ങളിലുള്ള ചോർച്ചകളും മറ്റും വിവിധ അടിയന്തര സ്വഭാവമുള്ള മരാമത്ത് വർക്കുകളും 15 ദിവസത്തിനകം പൂർത്തീകരിക്കാൻ ARMന് നിർദ്ദേശം നൽകി. അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V ഷീബ, RMO ലയ പരമേശ്വരൻ, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ട്രഷറർ AM ബിബിൻ, AC കൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് MK നരേന്ദ്രൻ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കോവിഡ് കാലം കലാകാരനാക്കിയ മുണ്ടറക്കോട് ചന്ദ്രൻ ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അരങ്ങേറ്റം. ബാല്യകാലത്ത് തുടക്കമിട്ട കലകൾ കോവിഡ് കാലത്ത് പൊടിത്തട്ടിയെടുത്ത് ശ്രദ്ധേയനാണ് ഗുരുവായൂർ സ്വദേശി മുണ്ടറക്കോട് ചന്ദ്രൻ. അസുരവാദ്യമായ ചെണ്ടയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മൃദംഗം, ഉടുക്ക്, മുഗർശംഖ്, ഓടക്കുഴൽ എന്നീ വാദ്യോപകരണങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചു. സാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഈ പ്രതിഭയുടെ തൂലികയിൽ 2 നോവലുകളും ഒരു കവിതയും ഒരു നാടകവും പിറവിയെടുത്തു. പ്രായം തളർത്താത്ത മനസ്സുമായി 65ന്റെ നിറവിലാണ് ഓട്ടൻതുള്ളൽ പഠിക്കാൻ മോഹം തോന്നിയത്. 2.5 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കണ്ണനു മുന്നിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങിയത്. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നൊരു ചാരുസ്വരൂപം, ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സംതൃപ്തി തോന്നുന്നതായി അദ്ദേഹം പറഞ്ഞു. എനിക്ക് ചെറുപ്പം മുതൽക്കേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. കലയോട് വളരെ താല്പര്യമാണ്. ചെറുപ്പം മുതൽക്കേ നല്ല താല്പര്യമാണ് കലയോട്. ഒന്നിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 5 എണ്ണം കഴിഞ്ഞു. ചെണ്ടയിൽ നിന്നാണ് തുടങ്ങിയത് ആദ്യം. ഇപ്പോൾ ഇതാ ഓട്ടംതുള്ളൽ പഠിക്കാനത് ആഗ്രഹം പഠിച്ചപ്പോൾ ഓട്ടംതുള്ളലും പഠിച്ചു. ഓട്ടംതുള്ളൽ പഠിച്ചതിന്റെ അരങ്ങേറ്റാണ് ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്.
മെയ് വഴക്കത്തിൽ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും പാഠഭാഗങ്ങൾ കൃത്യതയോടെ എഴുതിയെടുത്ത് മികച്ച പഠിതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് പരിശീലക കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ എല്ലാ ടീച്ചേഴ്സിന്റെയും ഡ്രീം സ്റ്റുഡന്റ് ആണ്. നമ്മള് ഒരു കാര്യം പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ പഠിച്ചു വന്ന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചില മെയ് വഴക്കങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ച് പിറ്റത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് വളരെ വൃത്തിക്ക് കൃത്യമായിട്ട് ചെയ്തു വരാൻ എഫേർട്ട് ഇടുന്ന ഒരാളാണ്. കല്യാണ സൗഗന്ധികം കഥയിൽ ഞായറാഴ്ച വൈകിട്ട് 6-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറ്റം. TCV ന്യൂസ്, ഗുരുവായൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അഖില കേരള എഴുത്തച്ഛൻ സമാജം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ PR സുരേഷ് നിർവഹിച്ചു. കോലഴി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ജില്ലാ പ്രസിഡന്റ് KK ജയറാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ, MA കൃഷ്ണനുണ്ണി, PS ജയഗോപാൽ, രഞ്ജിത്ത് ബാലൻ, MN ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ 12 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത സ്ഥലങ്ങൾ സന്ദർശിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കൊടുമ്പ പുനരധിവാസ നഗറിലാണ് 10 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതിയായത്. 2 കുടുംബങ്ങളുടെ പട്ടയത്തിനുള്ള സാക്ഷ്യപത്രം ലഭിച്ചിട്ടില്ല. 2 കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയുള്ളതിനാലും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തതിനാലും പട്ടയം അപേക്ഷ തള്ളിയിരുന്നു. കാഞ്ഞിരക്കോട് മലനാട് ഒനിയൻ കമ്പനിക്ക് സമീപം തോപ്പിൽ വീട്ടിൽ കുമാരൻ, ഇന്ദിര എന്നിവരുടെ വീട്ടിലും തഹസിൽദാർ പട്ടയ വിതരണത്തിന് മുന്നോടിയായി സന്ദർശനം നടത്തി. ജൂലൈ 15-ാം തീയതിയാണ് ജില്ലയിൽ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. താലപ്പള്ളി താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി, ചേലക്കര നിയോജക മണ്ഡലങ്ങളിലായി 1010 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 633 പട്ടയങ്ങളും ചേലക്കര നിയോജക മണ്ഡലത്തിൽ 377 പട്ടയങ്ങളുമാണ് അനുവദിച്ചിരിക്കുന്നത്. താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ വാർഡ് മെമ്പർ AB ബബിത, കാഞ്ഞിരക്കോട് വില്ലേജ് ജീവനക്കാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പഴയന്നൂർ ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാചരണം നടന്നു. പഴയന്നൂർ ബ്ലോക്ക് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു നാഗരാജൻ പതാക ഉയർത്തി. ദിനാചരണത്തോടനുബന്ധിച്ച് പുസ്തക വിതരണവും നടത്തി. തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിനും VHSCക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്ന് മന്ത്രി R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ഉപയോഗിച്ചാണ് ഗേൾസ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുക. കിഫ്ബി പദ്ധതിയിൽ 1,30 ലക്ഷം രൂപ വിനിയോഗിച്ച് VHSC ബ്ലോക്കിന്റെ 3-ാം നിലയും പൂർത്തിയാക്കും. തിങ്കളാഴ്ച 2 നിർമ്മാണോദ്ഘാടനങ്ങളും മന്ത്രി R ബിന്ദു നിർവഹിക്കും. ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിക്കും. ഒറ്റപ്പാലത്ത് ബസ് കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. നടുവത്തുപാറ സ്വദേശി ജയേഷാണ് മരിച്ചത്. ഒറ്റപ്പാലം ചിനക്കത്തൂർ കാവ് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം. 2 റൂട്ടുകളിലെ ബസ് ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടായതായി പറയുന്നു. ഇതിനിടെ കുഴഞ്ഞു വീണ ജയേഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. അതേസമയം ജയേഷ് തർക്കത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്.
കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ലീഡർ കെ കരുണാകരൻ ജന്മദിനാചരണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ആർ രവികുമാർ, ബാലൻ വാറനാട്ട്, ടി എൻ മുരളി, മോഹൻദാസ് ചേലനാട്ട്, സ്റ്റീഫൻ ജോസ്, ശൈലജ ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പാതി വഴിയിൽ വീട് നിർമ്മാണം നിർത്തിവെച്ച കുടുംബത്തിന് കൈത്താങ്ങായി ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ. എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് സഹായഹസ്തം നീട്ടിയത്. എരുമപ്പെട്ടി ഉമിക്കുന്നിൽ താമസിക്കുന്ന വീരത്ത് വളപ്പിൽ രാമകൃഷ്ണനും കുടുംബത്തിനുമാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ വീട് വാർത്തു നൽകിയത്. ഇവർക്ക് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ഫണ്ട് അനുവദിച്ചിരുന്നു. ആദ്യ ഗഡു കൊണ്ട് ചുമർ നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ കുട്ടികൾക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് അനുവദിച്ചതിൽ ബാക്കി പണം ചെലവായി. മേൽക്കൂര വാർപ്പ് നടത്താത്തതിനാൽ അടുത്ത ഗഡു ഫണ്ട് ലഭിച്ചില്ല. 3 വർഷമായി ഒരു മുറി ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് രാമകൃഷ്ണനും ഭാര്യയും 3 പെൺമക്കളും കഴിഞ്ഞിരുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ അവസ്ഥയറിഞ്ഞ ഗ്രൂപ്പ് അഡ്മിന്മാരായ കണ്ണൻ എരുമപ്പെട്ടി, ജോയ്സൺ പുലിക്കോട്ടിൽ, OS ശ്രീകാന്ത് എന്നിവരാണ് ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഞാനെന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ കണ്ണന്റെ അടുത്താണ് ആദ്യം പറയണ്ടായി. അവര് പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി സഹായിച്ചിട്ട് രാമകൃഷ്ണേട്ടൻ 2-3 കൊല്ലായി ഈ അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോഴാണ് കണ്ണന്റെ അടുത്ത് ആളെ വിളിച്ച് ആളുടെ വിഷമം ആ അവസ്ഥ കാണിച്ചു കൊടുക്കലും ഉണ്ടായത്. അപ്പൊ കണ്ണനാണ് ഇതിന്റെ പിന്നിൽ എല്ലാവരുടെയും അവിടും പറഞ്ഞ്. അപ്പൊ ഞാനും ശ്രീകാന്തും അതുപോലെ നമുക്കൊരു ഗ്രൂപ്പുണ്ട് നാട്ടുകാരും വേണ്ടി പറഞ്ഞിട്ട് അതിലത്തെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഈ കാര്യം നടക്കുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് രാമകൃഷ്ണേട്ടന്റെ ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമായി. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ ഒട്ടും വലയും സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. പണിക്കാരും വെച്ചിട്ട് ലേബറൊക്കെ ഒരു തരണ്ടേ. ഇപ്പോൾ ഇത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തട്ടടിച്ച് 3-ാം ദിവസത്തിനുള്ളിൽ വാർക്കണം. പരമാവധി നമ്മളോട് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് വീട് വാർത്തു നൽകിയത്. ഗ്രൂപ്പ് അംഗങ്ങളും നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കാളികളായി. VM ശിവൻ, KJ തമ്പി, ക്യാപ്റ്റൻ ജയൻ, ജിനു നെല്ലുവായ് എന്നിവരും നിർമ്മാണത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളത്ത് വൺവേ റോഡിൽ അശാസ്ത്രീയമായി റോഡിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കട്ടകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയെ BJP കൌൺസിലർമാർ ഉപരോധിച്ചു. കോൺക്രീറ്റ് കട്ട നീക്കം ചെയ്തതിനു ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത്. നഗരസഭയ്ക്ക് സമീപത്തെ വൺവേ റോഡിൽ വലിയ വാഹനങ്ങൾ കടന്നുപോകാതിരിക്കാനാണ് കോൺക്രീറ്റ് കട്ട സ്ഥാപിച്ചത്. ഇതിൽ വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടായ സാഹചര്യത്തിലാണ് BJP കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൌൺസിലർമാരായ KK മുരളി, ഗീത ശശി, രേഷ്മ സുനിൽ, സോഫിയ ശ്രീജിത്ത് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് നടക്കുന്ന MSF തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ചായ മക്കാനി സംഘടിപ്പിച്ചു. ഷാർജ KMCC ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് RO ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. MSF മുനിസിപ്പൽ പ്രസിഡന്റ് ദാവൂദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. RV അബ്ദുറഹീം, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, ലത്തീഫ് പാലയൂർ, ഫൈസൽ കാണാമ്പുള്ളി, ജനറൽ സെക്രട്ടറി PM അനസ് തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ പലിശയിൽ മെഗാ ഗോൾഡ് ലോൺ മേളയുമായി സമാനതകളില്ലാത്ത മാതൃക സൃഷ്ടിക്കുകയാണ് തൃശൂർ വരടിയം സർവീസ് സഹകരണ ബാങ്ക്. അന്താരാഷ്ട്ര സഹകരണ വർഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. രാജ്യത്ത് തന്നെ സഹകരണ മേഖലയിൽ ഇന്നുവരെ ആരും നൽകാത്ത കേവലം 5.9% പലിശ നിരക്കിൽ 25 ലക്ഷം രൂപ വരെ വായ്പയെടുക്കാവുന്ന ഗോൾഡ് ലോൺ പദ്ധതിക്കാണ് വരടിയം സർവീസ് സഹകരണ ബാങ്ക് തുടക്കം കുറിച്ചത്. 1000 രൂപയ്ക്ക് ഒരു ദിവസം വെറും 16 പൈസ പലിശയിൽ ഏറ്റവും ഉയർന്ന വായ്പാ സംഖ്യ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ബാങ്കിൽ അംഗങ്ങളല്ലാത്തവർക്ക് പോലും ലഭ്യമാകുമെന്നതാണ് മെഗാ ഗോൾഡ് ലോൺ മേളയുടെ സവിശേഷത. മാർക്കറ്റ് വില കൂടുന്തോറും വായ്പാ സംഖ്യയും കൂടും. പണയാഭരണങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ബാങ്ക് ഉറപ്പുവരുത്തുന്നു. 10 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ലോണായി നൽകുന്നത്. 78 വർഷത്തെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്ക് എന്ന തലയെടുപ്പോടെ മുന്നേറുന്ന ഈ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 11,265 മെമ്പർമാർക്ക് 25% ഡിവിഡന്റ് വിതരണം ചെയ്തത് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. 25 വർഷവും 70 വയസ്സും പൂർത്തിയായവർക്ക് ആജീവനാന്ത പെൻഷൻ, വായ്പ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 5% പലിശ റിബേറ്റ്, രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങിയവയും ചെയ്തു വരുന്നു. എല്ലാത്തരം വിശേഷാഘോഷങ്ങൾക്കും ഉതകുന്ന 3 AC ഹാളുകൾ, തൃശൂർ മെഡിക്കൽ കോളേജിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ, 24 മണിക്കൂറും ലഭ്യമാകുന്ന ആംബുലൻസ് സർവീസ്, മാവേലി സ്റ്റോർ, വളം ഡിപ്പോ, മൊബൈൽ ഫ്രീസർ സേവനങ്ങളും ബാങ്ക് ലഭ്യമാക്കുന്നു. വരടിയം, വെളപ്പായ, എടക്കുളം, കോളങ്ങാട്ടുകര എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പിലൂടെ ബാങ്കിന്റെ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. P പ്രസാദ് പ്രസിഡന്റും P ശശി സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ബാങ്കിനെ നയിക്കുന്നത്.
വിദ്യാർത്ഥികൾക്ക് കൌതുകമായി ഇലക്ട്രോണിക് വോട്ടിംഗിലൂടെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ച തൃശൂർ സെന്റ് തോമസ് LP സ്കൂൾ. ആൻഡ്രോയിഡ് ആപ്പിന്റെ സഹായത്താൽ EVM ആയി വലിയ ടാബും കൺട്രോൾ യൂണിറ്റായി മൊബൈലും ഉപയോഗിച്ചായിരുന്നു വോട്ടിംഗ്. സ്ഥാനാർത്ഥികളുടെ പേരിനൊപ്പം അവരുടെ ഫോട്ടോയും മെഷീനിൽ പ്രദർശിപ്പിച്ചിരുന്നു. യഥാർത്ഥ വോട്ടിംഗ് രീതി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി. യഥാർത്ഥ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിക്കും വിധം നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ഇലക്ഷൻ പ്രചാരണവും ഉണ്ടായി. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, സുരക്ഷാ ചുമതലയുള്ള പോലീസ് സേന എന്നിവരുടെ റോളുകളിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇലക്ഷൻ പ്രക്രിയ നിയന്ത്രിച്ചത്. 97.5% പോളിംഗും രേഖപ്പെടുത്തി. വോട്ട് ചെയ്തവരെ വിരലിൽ പേനാമഷി കൊണ്ട് അടയാളപ്പെടുത്താനും മറന്നില്ല. 4ാം ക്ലാസ്സിലെ ദിയ കെ ദിലീപ് സ്കൂൾ ലീഡറായും ജോഹാൻ ജോജോ ഇമ്മട്ടി അസിസ്റ്റന്റ് ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 5-ാം തീയതി സ്കൂൾ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു. പ്രധാന അധ്യാപിക മേഴ്സി അടക്കമുള്ളവർ നേതൃത്വം നൽകി. TCV തൃശൂർ. ആരോഗ്യമേഖലയിൽ സർക്കാർ അനാസ്ഥ ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. PD ജോസ്, ഔസേപ്പച്ചൻ, സന്തോഷ് ആത്തപ്പള്ളി, സോയി കോലഞ്ചേരി, KR പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന് അരി നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ സെക്രട്ടറി TK രാജു ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TN ഹനോയി അധ്യക്ഷത വഹിച്ചു. MS വിനയകുമാർ, TG പരമേശ്വരൻ, KG സജീവ്, EJ ഹിമേഷ്, അംബിക ശിവപ്രിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്ത ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി എടത്തിരുത്തി പഞ്ചായത്ത്. 850 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ് എടത്തിരുത്തി പഞ്ചായത്ത് സമാഹരിച്ചത്. മതിലകം പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. ഈ മാസം 11-ന് നടക്കുന്ന മത്സ്യകർഷക അവാർഡ് വിതരണ ചടങ്ങിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിലെ മികച്ച ജില്ലയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകൾ കൈമാറും. കാട്ടൂരിൽ മിനി ഇൻഡസ്ട്രിയിൽ നിന്നും രാസമാലിന്യം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്ന ആരോപണം CPM രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. മലിനീകരണത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായാൽ മാത്രമേ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാവൂ എന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. CPM കാട്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിശദീകരണ യോഗം CPM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി BA മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി T വിജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, MB പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ നിന്നും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. SSLC, +2, VHSC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ 260 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും ഉപഹാരങ്ങൾ നൽകി. മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിൽന ധനേഷ്, ജിയോ ഫോക്സ്, കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, DEO ഇൻചാർജ് ഷീബ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. തടസ്സം വരുമ്പോഴത്തേക്ക് അത് അപ്പം തന്നെ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പിന്നിലോട്ട് പോകാനാണ് സമയം ഉണ്ടാവും. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിൽ ബഷീർ ദിനം ആചരിച്ചു. എറണാകുളത്ത് ബഷീർ തുടങ്ങിയ ബഷീർസ് ബുക്ക് സ്റ്റാൾ പുനരാവിഷ്കരിച്ചു. കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളായി വേഷമിട്ടപ്പോൾ വിദ്യാലയത്തിലെ അധ്യാപകൻ AR സഞ്ജയ് ബഷീറായി വേഷമിട്ടു. LP സ്കൂൾ പ്രധാനാധ്യാപകൻ KR രഞ്ജിത്ത്, അധ്യാപകരായ MS രാജേഷ്, VN ശലഭ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണം സമാപിച്ചു. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി KS ശ്രുതി ബഷീർ അനുസ്മരണം നടത്തി.
തെരുവുനായ വിഷയത്തിൽ നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ ബിജെപി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. പ്രതിഷേധ ധർണ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ.എസ്. രാജേഷ്, ജില്ലാ സെക്രട്ടറിമാരായ സോഫിയ, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മറ്റത്തൂർ കൊടുങ്ങ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ഇറക്കിയ കർഷകർക്ക് വൻ നഷ്ടം. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളം കയറി കൃഷി പൂർണ്ണമായും നശിച്ചു. ഒരു വർഷം മുൻപ് മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണശ്രമം. സംഭവം കയ്പമംഗലം 3 പീടികയിൽ. ശ്രദ്ധയിൽപ്പെട്ടത് ഉടമ കട തുറക്കാനെത്തിയപ്പോൾ. ഉല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. നന്ദിക്കര സെന്ററിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ. നെല്ലായിൽ സ്കൂട്ടറിടിച്ച് മുൻ പ്രധാനാധ്യാപകൻ മരിച്ചു. പേരാമംഗലത്ത് ടൂറിസ്റ്റ് ബസ്സുകളും കാറും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ സുരക്ഷ ശക്തമാക്കി. 800ഓളം പോലീസുകാരെ സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. രോഗിയുടെ ആമാശയത്തിലേക്ക് മൂക്കിലൂടെ കടത്തിയ റൈൽസ് ട്യൂബ് ദിശ തെറ്റി കഴുത്ത് തുളച്ച് ഹൃദയത്തിനടുത്ത് കുരുങ്ങി. പൂപ്പത്തി സ്വദേശിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.